ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. അപ്പം ഇങ്ങനെ ട്രംപ് ഇന്നലെ രാത്രി ഒരു ദീർഘമായ 1.5 മണിക്കൂർ നീണ്ടുനിന്ന ഒരു പ്രസ് ബ്രീഫിംഗ് നടത്തി. മീഡിയ ബ്രീഫിംഗ് എന്ന് വിളിക്കാം. എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് അമേരിക്കയ്ക്ക് പറയാൻ ഒന്നും പോസിറ്റീവ് ഇല്ലാതിരുന്ന സമയത്താണ് നഷ്ടപ്പെട്ട പൈലറ്റുകളെ തേടി ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തിയത്. അങ്ങനെ ഒരു പൈലറ്റിനെ ആദ്യം വീണ്ടെടുത്തു, രണ്ടാമത് മറ്റൊരു പൈലറ്റിനെയും വീണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയ F-15 എന്ന ഫൈറ്റർ ജെറ്റിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് പുറത്തിയാടിയ 2 പൈലറ്റേഴ്സാണ്. These 2 airmen were very adventurously searched and recovered from some unknown remote localities of Iran. ഓക്കെ, അത് തീർച്ചയായിട്ടും അതിലൊരു പൈലറ്റ് അടുത്തൊരു കൺട്രിയിലേക്ക് ചാടി ഇജക്റ്റ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോയിട്ടാണ് വീണതെന്ന് പറയുന്നുണ്ട്. എനിവേ, ഇറ്റ്സ് എ വെരി ഗുഡ് മൂവ് by America. 21 aircrafts came to rescue airmen who crashed in Iran, Trump described rescue efforts. 2 airmen ejected and landed alive deep in enemy territory in Iran. Downed officer rushed to get away from crash site, followed his training. As per the training, ഏതൊരു പൈലറ്റും ഫൈറ്റർ ജെറ്റ് ക്രാഷ് ആവുന്ന ഉറപ്പായി കഴിഞ്ഞാൽ ഇജക്റ്റ് ചെയ്യും. ഇജക്റ്റ് ചെയ്തതിന് ശേഷം ആ സൈറ്റിൽ നിന്ന് രക്ഷപ്പെടും. കാരണം ആ സൈറ്റിൽ വരുന്നവർ ഇവരെ കാണരുത്, രക്ഷപ്പെടും. എനിമി കൺട്രിയിലാവുമ്പോൾ നമ്മുടെ അഭിനന്ദൻ പാകിസ്ഥാനിൽ വീണിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടി നല്ല മീശയും പിരിച്ച് പുറത്തു വന്നതൊക്കെ നമ്മൾ കണ്ടാണ്. ഈ ഒരു അവസരത്തിൽ വിംഗ് കമാൻഡർ അഭിനന്ദനെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. Anyways, the pilot was bleeding profusely but was able to climb the mountainous terrain. ആ മൗണ്ടൈനസ് ടെറയിലൊക്കെ കയറി അവൻ രക്ഷപ്പെട്ട് ആൻഡ് കോൺടാക്റ്റഡ് US ഫോഴ്സസ്. അങ്ങനെ അവൻ്റെ ലൊക്കേഷൻ അറിയിക്കുകയും അതിനെ തുടർന്ന് ഒരുപാട് എയർക്രാഫ്റ്റ്സ് ഒന്നിച്ച് ചെയ്തു ബാക്ക് കവർ ഫയറും എല്ലാം കൂടെ പോയിട്ട് എനിമി കൺട്രിയിൽ പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അതൊരു വളരെയധികം വിജയകരമായ ഒരു എഫർട്ട്സ് ആയിരുന്നു. അമേരിക്കയ്ക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ എന്നൊക്കെയാണ് വീരവാദം മുഴക്കിയത് ട്രംപ് ആശാൻ. അദ്ദേഹത്തിൻ്റെ തകർന്നുകൊണ്ടിരിക്കുന്ന ഇമേജിനെ കുറച്ചെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കിട്ടിയ ഒരു അവസരം അദ്ദേഹം നന്നായി ഈ മീഡിയ ബ്രീഫിങ്ങിലൂടെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരുവിധ തെറ്റുമില്ല. റെസ്ക്യൂയേഴ്സ് മൊബിലൈസ്ഡ് എ മാസീവ് റെസ്പോൺസ് ദാറ്റ് ഇൻക്ലൂഡഡ് subterfuge to confuse the Iranians about where they were looking. സബ്റ്റർഫ്യൂസ് എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് വളരെ ടോപ്പ് സീക്രട്ടായിട്ടാണ് നടങ്ങിയത്. അവരെ കൺഫ്യൂഷൻ പല ഭാഗങ്ങളിലായിട്ടൊക്കെ തിരഞ്ഞു എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് കൺഫ്യൂഷനായി. ഇറാനിയൻ സൈന്യത്തിന് അടുക്കാനും വയ്ക്കുന്നില്ല, പിന്നെ ഏത് ഭാഗത്താണ് എന്താണെന്നൊന്നും അറിയാതെ ഒരു വിഷയമുണ്ടായി. Trump described the scale of the operation to rescue this second pilot from the downed aircraft, which included 155 aircrafts. 155 എയർക്രാഫ്റ്റ് ചേർന്ന് ആണ് രണ്ടാമത്തെ പൈലറ്റിനെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. ഇൻക്ലൂഡഡ് 4 ബോംബേഴ്സ്. അതിനകത്ത് 4 ബോംബേഴ്സ് ഉണ്ടായിരുന്നു, 64 ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, 48 റീഫില്ലിംഗ് ടാങ്കേഴ്സ് ഉണ്ടായിരുന്നു, ആൻഡ് 13 റെസ്ക്യൂ എയർക്രാഫ്റ്റ്സ് ആൻഡ് അതേഴ്സ് ഓൾസോ. അപ്പോൾ അദ്ദേഹത്തിനെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി രക്ഷിച്ചു. നല്ല കാര്യം, വളരെ നല്ല കാര്യം. പക്ഷേ ഇന്നിപ്പോൾ ഒരു കരക്കമ്പി വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ മറവിൽ അവർ ഇറാൻ്റെ 400 kg യുറേനിയം എവിടെ വെച്ചാണെന്ന് തിരയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു അലിഗേഷൻസ് ഇറാൻ ഇന്ന് വിട്ടിട്ടുണ്ട്. എനിവേസ്, തകർന്നടിഞ്ഞ ഒരുപാട് മരുപ്രദേശങ്ങൾ, മൗണ്ടേനിയൻസ്, അതുപോലെ ടെറൈനൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിനകത്ത്. ഓക്കെ,
ആ ഏരിയയിൽ സാധാരണ ജനവാസമില്ലാത്ത ഒരു ഏരിയയിലൊക്കെ പോയിട്ടാണ് ഇവർ രക്ഷപ്പെട്ടിരിക്കുന്നത്. മച്ച് ഓഫ് ഇറ്റ് വാസ് ആൻ എഫർട്ട് ടു ത്രോ ഓഫ് ദി ഇറാനിയൻസ് who were also looking for the missing pilots, Trump said. We were bringing them all over and a lot of it was subterfuge. We wanted to have them think he was in a different location. അതായത് കുറേ കൺഫ്യൂഷനൊക്കെ പയതാ ചെയ്യിച്ചിട്ട്, അതായത് കൺഫ്യൂഷൻ ആക്കിക്കൊണ്ട് ഇറാനിയൻസിനെ കുറച്ച് കൺഫ്യൂസ് ആക്കിക്കൊണ്ടാണ് ഈ സെർച്ച് ഓപ്പറേഷൻ നടത്തിയത്. അങ്ങനെയാണ് വിജയിച്ചതെന്നാണ് ട്രംപ് പറയുന്നത്. ജയിൽ ജേർണലിസ്റ്റ് ഹൂ ഫസ്റ്റ് റിപ്പോർട്ടഡ് ആൻഡ് ദി ഡൗൺഡ് എയർമാൻ, അതായത് ഇത് റിപ്പോർട്ട് ചെയ്ത അമേരിക്കൻ ഒരു റിപ്പോർട്ടർ ജേർണലിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിനെ ജയിലിലിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അയാളിത് റിപ്പോർട്ട് ചെയ്തു, ഈ ആൾ ഇജക്റ്റ് ചെയ്തിട്ട് ഒരു പൈലറ്റ് അവിടെ വീണിട്ടുണ്ടെന്നുള്ള കാര്യം ഇയാളാണ് മീഡിയയ്ക്ക് കൊടുത്തത്. അതുകൊണ്ടാണ് ഇറാനിയൻസ് അലർട്ടായത്, ഇറാനിയൻസിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. അല്ലെങ്കിൽ ഇവർ ആരും അറിയാതെ തന്നെ ഈ എയർക്രാഫ്റ്റ് തകർന്നത് പോലും അറിയാതെ അവർ രക്ഷപ്പെടുത്തുമായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് threatened to jail the journalist who first reported that US forces were searching for an F-15 weapons officer shot down in Iran. The leak tipped off the Iranians, endangering the officer and his rescuers. Leaker is a sick person. ഈ ലീക്ക് ചെയ്തവൻ ഒരു സുഖമില്ലാത്ത മനുഷ്യനാണ്, അതായത് ഭ്രാന്തനാണെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എനിവേസ് നല്ലൊരു അറ്റംപ്റ്റ് ആണെന്ന് പറയാം. ഏതൊരു പൈലറ്റ് ആണെങ്കിലും സോൾജർ ആണെങ്കിലും അദ്ദേഹത്തിനെ റെസ്ക്യൂ ചെയ്യുമെന്ന് പറഞ്ഞാൽ മഹത്തരമായ കാര്യമാണ്. അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. ജസ്റ്റ് അയാളുടെ ജീവൻ രക്ഷിച്ചു, അതിന് അമേരിക്കയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തികച്ചും അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെ എന്ന് നമുക്ക് കാണാം. തള്ളാനും തള്ളി മറിക്കാനും ട്രംപിന് മാത്രമല്ല പലരും അതിന് കഴിവുള്ളവരുണ്ട്. അതുപോലൊരുത്തനാണ് US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. പീറ്റ് ഹെഗ്സെത്ത് draws parallels between the story of Easter and rescued airmen. ഈസ്റ്റർ കഥയുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഹെഗ്സെത്ത് പറഞ്ഞിരിക്കുന്നത്. Let us see what he says. US Defense Secretary Pete Hegseth said the airmen who evaded capture for more than a day, അതായത് അവർ പിടികൂടാതെ രക്ഷപ്പെട്ട് ഒരു ദിവസം ഫുൾ അവർ രക്ഷപ്പെടുത്തിയത് was shot down on Good Friday. ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞ ആ വെള്ളിയാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച ദിവസത്തിലാണ് അയാളുടെ പ്ലെയിൻ ഇറാൻ വെടിവെച്ചിട്ടത്. അപ്പോൾ ഗുഡ് ഫ്രൈഡേയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അപ്പോൾ ഗുഡ് ഫ്രൈഡേയിലാണ് യേശു ക്രിസ്തുവിനെ ക്രൂസിഫിക്കേഷൻ ചെയ്തത്, യേശുവിനെ കുരിശിലേറ്റിയത്. അതാണ് ആദ്യത്തെ താരതമ്യം. ദി പൈലറ്റ് വാസ് ഹിഡൻ ഇൻ എ കേവ് ഓൺ സാറ്റർഡേ. ശനിയാഴ്ച ഇദ്ദേഹം ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. എവിടെ മനസ്സിലായില്ലേ? യേശുക്രിസ്തു പോലെ തന്നെ യേശുക്രിസ്തു മണ്ണിനടിയിലായിരുന്നു. ആൻഡ് ഓൺ ഈസ്റ്റർ സൺഡേ, ഈസ്റ്റർ ഞായറാഴ്ച, ഈസ്റ്ററിൻ്റെ ദിവസം യേശുക്രിസ്തുവിന് എന്താ പറയുന്നത്, പുനർജനിക്കണമല്ലോ. ഓൺ ഈസ്റ്റർ സൺഡേ എ പൈലറ്റ് റീബോൺ, all home and accounted for. അങ്ങനെ അയാൾ ഉയർത്തെഴുന്നേറ്റു. അതായത് അമേരിക്ക അദ്ദേഹത്തിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നു. എങ്ങനെയുണ്ട്? ഏതായാലും ആ ദിവസങ്ങൾ അതുപോലെ തന്നെ വീണ് കിട്ടിയത് ഇയാൾ പറയുന്നതിനൊരു സർക്കംസ്റ്റൻസ് ഉണ്ടായിരിക്കുകയാണ്. വെരി നൈസ്. US Defense Secretary Pete Hegseth, keep it up. CIA director said top secret technology led to rescue downed airmen. ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തു, അത് അമേരിക്കയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയാണ് ഈ പൈലറ്റിനെ രക്ഷപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. ജോൺ റാറ്റ്ക്ലിഫ് CIA ഡയറക്ടറാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹിസ് ഏജൻസി യൂസ് exquisite technologies that no other intelligence
service possesses to locate the aviator after the F-15 was shot down in Iran. ഈ പൈലറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ സൂപ്പർ ക്വാളിറ്റിയുള്ള എക്സ്ക്യൂസിറ്റ് ടെക്നോളജീസ് യൂസ് ചെയ്യാൻ കഴിഞ്ഞു അമേരിക്കയ്ക്ക്, വിച്ച് ഓൺലി അമേരിക്ക പൊസസ് എന്നാണ് പറയുന്നത്. CIA mounted എ ഡിസെപ്ഷൻ ഓപ്പറേഷൻസ് ടു മിസ്ലീഡ്. ഒരു ഡിസെപ്ഷൻ ഓപ്പറേഷൻ, അതായത് വ്യാജ ഓപ്പറേഷൻ പോലെയൊക്കെയാണ് ചെയ്തത്. ഇറാനിയൻസ് ഹൂ വേർ ലുക്കിംഗ്. ദി റെസ്ക്യൂ ഓപ്പറേഷൻ വാസ് കമ്പാരബിൾ ടു ഹണ്ടിങ് ഫോർ എ സിംഗിൾ ഗ്രെയിൻ ഓഫ് സാൻഡ് ഇൻ ദി മിഡിൽ ഓഫ് എ ഡിസർട്ട്. ഇയാളാണെങ്കിൽ തള്ളല്ല, ഇയാൾ തള്ളി മറിച്ചു. ആര്? ജോൺ റാറ്റ്ക്ലിഫ്. അതായത് ഈ സെർച്ച് ഓപ്പറേഷനെ അയാൾ താരതമ്യം ചെയ്യുന്ന ഹണ്ടിങ് ഫോർ എ സിംഗിൾ ഗ്രെയിൻ ഓഫ് സാൻഡ്, ഒരു മരുഭൂമിയിൽ ഒരു തടിക്ക് വേണ്ടി തികയുന്ന പോലെ. അതായത് ഒരു മണൽത്തരിയുണ്ട്, ആ മണൽത്തരി കിട്ടണം. ഇത്രയും വലിയ മണൽ കൂമ്പാരങ്ങളുള്ള ഡെസർട്ടിൽ ഒരു മണൽത്തരി എങ്ങനെ തിരയുന്നു, അത്രയും കഷ്ടമായിരുന്നു ഞങ്ങളെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ പറഞ്ഞു. ഇവർക്കെല്ലാം ഈ ഇത്ര പെട്ടെന്ന് ഇതുപോലൊരു ഉപമ എങ്ങനെ കിട്ടുന്നില്ലേ? ഭയങ്കര സംഭവം തന്നെ കേട്ടത്, അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും ഒരുത്തനെ അത് യേശു ക്രിസ്തു ആക്കി പൈലറ്റിനെ, മറ്റവൻ എന്താ പറയുന്നത് മരുഭൂമിയിലെ ഒരു മണൽത്തരിയാക്കി. ഓക്കെ, എനിവേ ദീസ് ഓൾ ആർ ദേ ആർ പ്ലേയിങ് വിത്ത് ദി ഇമോഷൻസ് ഓഫ് ദി പബ്ലിക്. അമേരിക്കൻ പബ്ലിക്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സോൾജേഴ്സിനെ എല്ലാം തിരിച്ചു കൊണ്ടുവരൂ. ഇത് വല്ലവൻ്റെ നാട്ടിൽ പോയിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങളെ സോൾജേഴ്സ് നമ്മുടെ സ്വത്താണ്, തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് ട്രംപിൻ്റെ മുകളിൽ പ്രഷർ ചുമത്തുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പൈലറ്റിനെ രക്ഷിക്കാൻ കഴിഞ്ഞത്. അത് വെച്ച് അവർ ചെറുതായിട്ടും തള്ളി മറിച്ച് പൊളിറ്റിക്സ് കളിക്കുകയാണ്. നത്തിങ് മോർ നത്തിങ് ലെസ്. ഓക്കെ, US വാർപ്ലെയിൻ ഹിറ്റ് അഗെയിൻ. ഇതാ കിടക്കും. US A-10 Thunderbolt aircraft was hit by enemy fire during the സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ. ഈ റെസ്ക്യൂ ആൻഡ് സെർച്ച് ഓപ്പറേഷന് പോയിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റ്, തണ്ടർബോൾട്ട് എയർക്രാഫ്റ്റ് A-10, അത് ഇറാൻ വെടിവെച്ചിട്ടിരിക്കുന്നു. അതിന് വേറെ ഇതും കൂടി പറയുന്നുണ്ട്. ഷോൾഡറിൽ, റോക്കറ്റ് ലോഞ്ചർ ഷോൾഡറിൽ വെച്ചിട്ട് എയിം ചെയ്തിട്ടാണ് ആദ്യത്തെ F-15 എയർക്രാഫ്റ്റ് വെടിവെച്ചിട്ട് എന്ന് ട്രംപ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇറാനിയൻ സോൾജേഴ്സിൻ്റെ ആ കാലിബർ നിങ്ങളൊന്ന് നോക്കണം. This pilot, after being hit, continued to fight and flew the aircraft into another country. Okay, and determined that the airplane was not landable. അവിടെ അടുത്തൊരു കൺട്രിയിലേക്ക് വേണം, ലാൻഡബിൾ അല്ലായിരുന്നു. ദി പൈലറ്റ് ദെൻ ഡിസൈഡ് ടു ഇജക്റ്റ്. അതുകൊണ്ട് അയാൾ ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെടുകയായിരുന്നു ഫ്രണ്ട്ലി ടെറിട്ടറിയിൽ. ആൻഡ് അക്കോർഡിംഗ് ടു കെയ്ൻ എന്ന് പറഞ്ഞാൽ ഈ ജനറൽ ഡെയിൻ ക്രെയിൻ, ചെയർമാൻ ഓഫ് ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫാണ് അമേരിക്കയുടെ, അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. തള്ളാൻ എല്ലാവരും മിടുക്കന്മാരാണ് കേട്ടോ. സം പേഴ്സൺ ഒപ്പോസ്ഡ് റെസ്ക്യൂ ഓപ്പറേഷൻ. ഈ റെസ്ക്യൂ ഓപ്പറേഷനെ പറ്റി വൈറ്റ് ഹൗസിൽ ഒരു ഡിസിഷൻ നടന്നായിരുന്നു, ചർച്ച നടന്നായിരുന്നു, ഡിസ്കഷൻ നടന്നിരുന്നു. ആ സമയത്ത് ഒരുപാട് ആളുകൾ, അവിടുത്തെ സെനറ്റ് മെമ്പേഴ്സ് ഇതിനെ ഒപ്പോസ് ചെയ്തതാണ്. ഇങ്ങനെ നടത്തിയിട്ട് കാര്യമില്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി ഡേഞ്ചറാന്ന് പറഞ്ഞു. പക്ഷേ എനിവേസ്, ആസ് യൂഷ്വൽ, ട്രംപ് ടുക്ക് എ ബോൾഡ് ഡിസിഷൻ ആൻഡ് ഇറ്റ് ടുക്ക് ഓൾ ദി റിസ്ക് ആൻഡ് executed the search and rescue operation very well. Like, കൈയടിക്കാം, നമുക്കെല്ലാം കൈയടിക്കാം. വെരി ഗുഡ്. 4 hours to destroy Iran's bridges and power plants. അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ് ട്രംപ്. അതായത് നെക്സ്റ്റ് ഡേ രാത്രി 8 മണിക്കുള്ളിൽ ഇവരൊരു ഡീലുമായിട്ട് വന്നില്ലെങ്കിൽ, ഡീലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഡീലെന്നൊക്കെ പറഞ്ഞാൽ വേറെയാണ് കേട്ടോ. ഇതുപോലൊരു ഡീലുമായിട്ട് അവർ വന്നില്ലെങ്കിൽ ഇറാൻ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇറാനെ നശിപ്പിച്ച് കളയും. പിന്നെ ഇറാൻ വൺസ് അപ്പോൺ എ ടൈം ദെയർ വാസ് എ കൺട്രി നെയിംഡ് ഇറാൻ എന്ന് പറയേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ട്രംപ് ത്രട്ടനിങ് ചെയ്തിരിക്കുന്നത്, ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഓക്കെ, സോ ട്യൂസ്ഡേ 8 മണി രാത്രി ആണ് സംഭവം. ഈ വീഡിയോ ടെലികാസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ കുറേ കഴിഞ്ഞായിരിക്കും.
എന്നാലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണേ, പറയണേ. അമേരിക്ക പറയുകയാണ്, ട്രംപ് പറയുകയാണ്, വി ഹാവ് എ പ്ലാൻ ബിക്കോസ് ഓഫ് ദി പവർ ഓഫ് അവർ മിലിറ്ററി വെർ എവറി ബ്രിഡ്ജ് ഇൻ ഇറാൻ വിൽ ബി ഡെസിമേറ്റഡ് ബൈ 12 o'clock ടുമോറോ നൈറ്റ്. രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ ബ്രിഡ്ജുകളും ഞങ്ങൾ തകർക്കുന്നു പറഞ്ഞിരിക്കുന്നത്. പവർ പ്ലാന്റ്സ് ഇൻ ഇറാൻ വുഡ് ബി ബേണിംഗ്, എക്സ്പ്ലോഡിങ് ആൻഡ് നെവർ ടു ബി യൂസ്ഡ് അഗെയിൻ. പവർ പ്ലാന്റ്സിലെല്ലാം കത്തിച്ച് ചാമ്പലാക്കും. ഇനി ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി കളയുന്ന പറഞ്ഞു. ട്രംപ് ആൾസോ കണ്ടിന്യൂ ടു ഗ്രംബിൾ about NATO officials, NATO allies for the lack of support. നാറ്റോനെയും ഒന്ന് ചൊറിഞ്ഞിട്ടാണ് വിട്ടത് കേട്ടോ. നാറ്റോയിലെ കൺട്രികൾ ആരും സഹായത്തിന് വരുന്നില്ല. നാറ്റോ കൺട്രികൾ മാത്രമല്ല, അതായത് പിന്നെ അവർ വരാത്ത കൺട്രികൾ ആരെന്ന് എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇവരാരും അമേരിക്കയെ സ്റ്റേറ്റ് ഓഫ് ഹോർമസ് തുറക്കാൻ വേണ്ടി സഹായിച്ചില്ല. സ്റ്റേറ്റ് ഓഫ് ഹോർമസ് ഇതുവരെ തുറന്നിട്ടില്ല കേട്ടോ. എനിവേസ്, ഇതൊക്കെയാണ് സിറ്റുവേഷൻസ് കിടക്കുന്നത്. അതായത് അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരു അൾട്ടിമേറ്റം, ഒരു ഗ്രേറ്റ് അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ്. ഇറാൻ്റെ സ്ഥിതി എന്താകുമോ എന്ന് അറിയില്ല. ഇതിനിടയ്ക്ക് ട്രംപ് ആശാൻ ഒരു മഹാവൃത്തികെട്ടൊരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് എക്സിൽ. അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നതൊക്കെ ഒരു വല്ലാത്ത ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ദിസ് ടൈം ഇറ്റ് ഈസ് പൂരത്തെറി. അത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാം. അത് എനിക്ക് പറയാനൊന്നും വയ്യ, വായിക്കാനും വയ്യ. അപ്പോൾ അത്രയും എനിക്ക് തോന്നുന്നു, എന്താ പറയുന്നത്, ഭയങ്കര ടെൻഷനിലായിട്ടുണ്ട് പുള്ളി. ഡിസ്പെറേറ്റ് എന്ന് പറയും, ഡിസ്പെറേറ്റ് മൂവ്സാണ് ഓരോന്നും ചെയ്യുന്നത്. ഏതായാലും ഇന്ന് രാത്രി അദ്ദേഹം എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എവിടേക്ക് ആക്രമിക്കും? കാർഗ് ഐലൻഡിൽ ഓൾറെഡി ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. കാർഗ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ 90% ഓഫ് ദി ഓയിൽ എക്സ്പോർട്ട് നടക്കുന്ന സ്ഥലമാണ്. അവരുടെ വാണിജ്യ കൊറിഡോറാണ്. അവിടെ ഓൾറെഡി ശക്തമായ വ്യോമാക്രമണം, എയർ അറ്റാക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൾട്ടിമേറ്റം കംപ്ലീറ്റ് ഒരു തമാശയല്ല. ശരിക്ക് തീർച്ചയായിട്ടും ആക്രമണം നടത്തും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആക്രമണം കംപ്ലീറ്റ് നടത്തുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. എനിവേ, ലെറ്റ് us hope for a better tomorrow. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.